ഖുറാൻ അരച്ചു കലക്കി കുടിച്ചെന്ന് സ്വയം അവകാശപ്പെടുന്ന തീവ്ര ഇസ്ലാമിസ്റ്റും മതപ്രഭാഷകനുമായ സാക്കിർ നായിക് വീണ്ടും വിവാദ പ്രസ്താവനയുമായി രംഗത്ത്. ബലാത്സംഗം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മാന്യമായി വസ്ത്രം ധരിക്കാതെ ശരീഅത്ത് നിയമം ലംഘിക്കുമ്പോഴാണ് പീഡനമുണ്ടാകുന്നതെന്നാണ് സാക്കിർ നായിക് വിചിത്രമായ വിവാദ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. മലയാളിയായ ഷഫീർ റാഷിദ് എന്ന വ്യക്തിയുടെ ചോദ്യത്തിന് സാക്കിർ നൽകിയ മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത്. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം പശ്ചാത്തപിച്ചാൽ അള്ളാഹു ക്ഷമിക്കുമോ എന്നായിരുന്നു ഈ വ്യക്തി ചോദിച്ചത്. നിങ്ങളിൽ ആരാണ് നല്ലവനെന്ന് പരീക്ഷിക്കാൻ മരണവും ജീവിതവും സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാണ് സാക്കിർ നായിക് മറുപടി പറഞ്ഞു തുടങ്ങിയതും. ബലാത്സംഗവും കൊലപാതകവും ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുകയും പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു മാപ്പ് നൽകും. കാരണം അള്ളാഹു കരുണയുള്ളവനാണ്. മാത്രമല്ല, മാന്യമായി വസ്ത്രം ധരിക്കുവാനും ശരീരം മറയ്ക്കുവാനും അള്ളാഹു സ്ത്രീകളെ ഉപദേശിച്ചിട്ടുണ്ട്. മാന്യമായി വസ്ത്രം ധരിക്കാതെ ശരീഅത്ത് നിയമം ലംഘിക്കുമ്പോഴാണ് പീഡനമുണ്ടാകുന്നത്. അള്ളാഹു പറഞ്ഞ രീതിയിൽ വസ്ത്രം ധരിച്ചാൽ ഇത് ഉണ്ടാകില്ല എന്നുമാണ് സാക്കിർ നായിക് പറയുന്നത്. അതേസമയം പല വേദികളിൽ നിന്നും മതപ്രഭാഷകൻ ഇറങ്ങിപ്പോകുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ വിചിത്രമായ വാദങ്ങളും ഉത്തരമുട്ടുമ്പോഴുമാണ് അദ്ദേഹം വേദികളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും. കറാച്ചിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിക്കിടെ ഒരു പെൺകുട്ടി ഉന്നയിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കാതെ പോയ സാക്കിർ നായിക്കിനെ, അല്ലെങ്കിൽ അദ്ദേഹം ഉത്തരം പറയാൻ പ്രയാസപ്പെടുന്ന തരത്തിലുള്ള വീഡിയോ അടക്കം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ഖുറാനെ കുറിച്ച് എല്ലാം അറിയാം എന്ന അവകാശവാദം ഉന്നയിക്കുന്ന സാക്കിർ നായിക്കിനോട് പെൺകുട്ടി ചോദിച്ച ചോദ്യമായിരുന്നു മുസ്ലിങ്ങൾക്കിടയിലും ഫീഡോഫീലിയ, വ്യഭിചാരം, മയക്കുമരുന്ന് ആസക്തി എന്നിവ നടമാടുമ്പോൾ ഇതിനെ എതിർക്കാൻ എന്തുകൊണ്ട് ഇസ്ലാമിക നേതാക്കൾ മുന്നിട്ടിറങ്ങുന്നില്ല എന്നായിരുന്നു ആ കുട്ടി സാക്കിർ നായിക്കിനോട് ചോദിച്ചത്. പക്ഷേ ചോദിച്ച ചോദ്യത്തിൽ സാക്കിർ നായിക്കിന്റെ നാവ് ഇറങ്ങിപ്പോയിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് പേടിച്ച് ഒളിച്ചോടിയ ആളാണ് സാക്കിർ നായിക്. അതുമാത്രമല്ല, മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതും ആശംസകൾ നേരുന്നതും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതും എല്ലാം തന്നെ ഇസ്ലാമിക വിരുദ്ധമാണ് എന്ന് വിശ്വസിക്കുന്ന സാക്കിർ നായിക്കിനെ ഒന്നുമല്ലാതാക്കുന്ന ഒരു ചോദ്യം തന്നെയായിരുന്നു അന്ന് ആ പെൺകുട്ടി ചോദിച്ചത്. ഖുറാനിൽ ഫീഡോഫീലിയയെ കുറിച്ചുള്ള പ്രതിപാദിക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. ഇസ്ലാമിക എഴുത്തുകളിൽ ഒന്നും തന്നെ ഫീഡോഫീലിയയെ കുറിച്ച് പരാമർശമില്ല. ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുവാൻ വേണ്ടി സംസാരിക്കരുതെന്നും ഒരു മുസ്ലിം പുരുഷന് ഒരിക്കലും കുട്ടികളോട് ലൈംഗിക അതിക്രമം നടത്താൻ കഴിയില്ല എന്നായിരുന്നു അന്ന് സാക്കിർ നായിക് പറഞ്ഞ മറുപടി. ഇക്കാര്യത്തെക്കുറിച്ച് ഇനി ശബ്ദിക്കരുത്, നിങ്ങളുടെ ചോദ്യം തന്നെ തെറ്റായിരുന്നു, ദൈവത്തോട് മാപ്പ് പറഞ്ഞ് മിണ്ടാതിരിക്കൂ എന്നായിരുന്നു മതപ്രഭാഷകന്റെ മറുപടി വന്നതും. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടക്കം കത്തിപ്പടരുകയായിരുന്നു. സാമൂഹിക പ്രസക്തിയുള്ള ചോദ്യമായിരുന്നിട്ട് കൂടി അതിന് മറുപടി പറയാനോ ചോദ്യത്തെ അഭിമുഖീകരിക്കാനോ തയ്യാറാകാതിരുന്ന സാക്കിർ നായിക്കിനെതിരെ വലിയ വിമർശനമായിരുന്നു അന്ന് ഉയർന്നു വന്നതും. അതേപോലെ പാകിസ്ഥാനിലെ അനാഥരായ പെൺകുട്ടികൾക്ക് അവാർഡ് കൊടുക്കാതെ വേദിയിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഒരു വീഡിയോയും സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. ആ പെൺകുട്ടിക്ക് മുന്നിൽ ഉത്തരം മുട്ടിയ സാക്കിർ നായിക്കാണ് ഇന്ന് ഈ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.